ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നത്തോടെ അതൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോടോ നിനക്കൊക്കെ? ഇവരെ കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഇനി നീയൊക്കെ ജയിലില്ല, പുറലോകം കാണില്ല. ബാബു, നീ കട്ടെടുത്ത മാലകൾ പലപ്പോഴും നിന്റെ പ്രണയിനിക്ക് സമ്മാനമായിട്ട് കൊടുത്തില്ലടാ. ഇനി ആ പരിപാടി വേണ്ട, കേട്ടല്ലോ? അതിനൊരു അവസാനം കണ്ടെത്താനാ നിന്നെയും ഇവളെയും സിനിമാ തിയേറ്ററിൽ നിന്ന് പൊക്കിയത്. ഇവള് പക്ഷെ നിരപരാധിയാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ കാമുകിയുടെ തോഴിയായി വന്നു വിട്ടുപോയില്ലേ? അനുഭവിക്കേ. ഞങ്ങളെ വിട്ടയക്കണം അണ്ണ. മേലിൽ ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല അണ്ണ. വിട്ടയക്കാനോ? കാമുകിയുടെ പ്രണയം വേണ്ടുവോളം കിട്ടാൻ വേണ്ടി നീ ഒരു തെറ്റ് ചെയ്തു. അതിന് നീ രക്തസാക്ഷിയാകണം. അതാ നല്ലത്. പിന്നതേ ഇവര്, ഈ പ്രായമുള്ള പെൺകുട്ടികൾക്ക് മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ. ഇവരെ ഞങ്ങള് പൊന്നുവിലക്ക് വിൽക്കും. ഒരു വണ്ടി ഇങ്ങോട്ട് വരാനുണ്ട്. അത് വന്നാൽ ഉടനെ ഇവരെ ഞങ്ങളങ്ങ് വണ്ടിയിലോട്ട് കേറ്റും. പിന്നെ നിന്റെ കാര്യം, നിന്നെ പീസ് പീസാക്കി പുറം കടലിൽ കൊണ്ടുപോയി ഞങ്ങൾ തള്ളും. രാജു, ഇവര് ഡ്രഗ് അഡിക്റ്റായ കള്ളന്മാരാ മാഡം. മദ്യവും മയക്കുമരുന്നൊക്കെ വാങ്ങിക്കാനുള്ള പണത്തിന് വേണ്ടി ചെയിൻ സ്നാച്ചിങ് നടത്തുന്ന ഗ്യാങ്. ഇതിപ്പോ കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അവരുടെ പിടിയിലായിപ്പോയി നമ്മുടെ അപ്പോ. രാജു, നമ്മൾ എന്ത് ചെയ്യും? മാഡം പേടിക്കാതെ, ഞാനില്ല കൂടെ. മാഡം ആദ്യം അകത്തേക്ക് കയറ. മിനിസ്റ്ററുടെ മകളാണ്, അപ്പുവിനെ വിട്ടു തരണമെന്ന് പറയ. അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാലോ. രാജു, ഇങ്ങനെ പേടിക്കാതെ മാഡം. ഒരു പ്രതിസന്ധി വന്നാ എങ്ങനെ അത് തരണം ചെയ്യണമെന്ന് മാഡം പഠിക്കണമല്ലോ. ധൈര്യവും ചങ്കൂറ്റുള്ള ഒരു പെണ്ണാണ് താനെന്ന് മാഡം തെളിയിക്കണം. ചെല്ല. ശരി. ചേച്ചി, ഇവളാര്? ഇവളെങ്ങനെ ഇതിനകത്ത് വന്നു? ആരടി നീ? ഒച്ച ഉണ്ടാക്കണടാ. പേടിപ്പിക്കുന്നു നീ. ഞാൻ മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മകളാ. പേര് ഋതിക വർമ്മ. നിങ്ങൾ ഈ കെട്ടിയിട്ടിരിക്കുന്നവരില് ഒരാൾ എന്റെ അനിയത്തിയാ. അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. നീ കൊണ്ടുപോവോ? ഞാൻ കൊണ്ടുപോകും. കേട്ടോടാ, ഇവള് കൊണ്ടുപോകുന്നു. എന്താണ് സംശയം? കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഒരു വണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വരും. അതില് നിന്നെ ഞങ്ങളങ്ങ് കൊണ്ടുപോകും. ഇവരെക്കാൾ കൂടുതൽ വില നിനക്ക് കിട്ടും. കിഡ്നാപ്പ് ചെയ്യാതെ ഞങ്ങളുടെ മാളത്തിലേക്ക് വന്നു കയറിയ ഒരു ഭാഗ്യമാണ് നീ. ഒരു മിനിസ്റ്ററുടെ മകള്. ഇവളെ ഇന്ന് ഞാൻ ആരാണ് നീ? ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരണം.
അത് ഇപ്പൊ തീരും. അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പു, രാജുവേട്ടാ, ദാ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ലഹരിയില് നീയൊക്കെ എത്ര പാവപ്പെട്ടവരുടെ ജീവിതമാണ് തകർത്തെ. ഇനി അത് നടക്കില്ല. ഇന്നത്തോടെ അതൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോടോ നിനക്കൊക്കെ? ഇവരെ കൊണ്ടുപോകാൻ വന്നതാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഇനി നീയൊക്കെ ചെയ്യില്ല, പുറലോകം കാണില്ല. ബാബു, ഓ രാജു, വാ. വാ. നിനക്ക് വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, പിന്നെ ഒരു അനുജത്തി. അച്ഛനെന്താ ജോലി? അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അമ്മയോ? അമ്മ ഒരു തുണിക്കടയില് സെയിൽസ് ലേഡി ആയിട്ട് ജോലി ചെയ്യുന്നു. അച്ഛനും അമ്മയും കൂടി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തന്നെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നു. താന്തേ ഇവനെ പോലുള്ളമാരുടെ കൂടെ സിനിമാ തിയേറ്ററിലും ഐസ്ക്രീം പാർലറിലും ഒക്കെ കറങ്ങി നടക്കുന്നു. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി നേടി പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യേണ്ടതിന് പകരം അവന്റെയൊക്കെ ഒരു പ്രേമം മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിനുമ്പ് തുടങ്ങി പ്രേമം, ഗിഫ്റ്റ് കൊടുക്കലും, പിന്നെ ഒരു ഷാജഹാനും മുംതാസും. ഈ വക അലവലാദികളുടെയൊക്കെ പുറകെ നടന്ന ജീവിതം കട്ട പുകയാവും കൊച്ചേ. അല്ല, എങ്ങനെ നിങ്ങളുടെ ലവ് സ്റ്റാർട്ട് ചെയ്ത്? മൊബൈൽ ഫോണിൽ നിന്ന്. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ ഒരു മീഡിയേറ്റർ.